ഈ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടൊരു ലോക്ക് വരുന്നുണ്ട്, സ്പ്രിങ് ടൈപ്പ്. അത് നമുക്ക് ഈ സ്ലീവ് നെറ്റിൻ്റെ ഈ കാണുന്ന ഭാഗത്താണ് അത് ലോക്കാവുന്നത്. അത് നമുക്ക് ലോക്കാവണത് ബോൾട്ടുമ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ക്ലോസറ്റിൻ്റെ 2 ബോൾട്ടും നമുക്ക് ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. സ്ലീവ് നെറ്റുമ്മ അല്ലെങ്കിൽ ബോൾട്ട് ടൈറ്റ് ചെയ്യാനുള്ള ഭാഗം താഴത്തേക്കാണ് തിരിച്ച് നിർത്തേണ്ടത്. അടിഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ടൈറ്റിങ് വരുന്നത്. അതുപോലെ നമ്മുടെ ബ്രാക്കറ്റ് ഈ സ്ലീവ് നെറ്റിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ലോക്കാവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് അമർത്തി വലിച്ചു കഴിഞ്ഞാൽ തിരിച്ചൂരി പോരുന്നതാണ്. ഇവിടെ നമുക്ക് ടൈലുമെന്ന് സ്ലീവ് നെറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന നീളം 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ത്രെഡ് റാഡ് കട്ട് ചെയ്യാനായിട്ട്. പല ക്ലോസറ്റിനും പല അളവായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ബ്രാക്കറ്റ് സ്ലീവ് നെറ്റിൻ്റെ മുകളിൽ നിന്ന് ഊരി പോരാനായിട്ട് ചെറിയൊരു ബലം പ്രയോഗിക്കണം, എന്നാൽ മാത്രമാണ് ഊരി പോരുള്ളൂ. അടുത്ത് ഈ 2 എക്സ്റ്റൻഷൻ പീസ് കണക്ട് ചെയ്യലാണ്. ഈ എക്സ്റ്റൻഷൻ പീസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതിന് വേണ്ടി